ഹായ് ഓൾ, വെൽക്കം ടു എജുവാലി. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ് നോക്കണേ കേട്ടോ. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് നമ്മൾ പഠിക്കുകയല്ലായിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇത് നോക്കാം. കുറേ അല്ല, ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കാം. ആൻഡ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആണ് ഇന്ന് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ട്രേഡ്സ്മാൻ എക്സാമിനും അതുപോലെ തന്നെ ടൈപ്പിസ്റ്റ് എക്സാമിനും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രണ്ട് ആളുകൾക്കും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബേസിക് കാര്യങ്ങളാണ്. ദെൻ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2⁻10 GB എന്ന് പറയുന്നത് എത്രയാണ് എന്നാണ് ചോദിച്ചേക്കണേ. ഇത് ഓൾറെഡി ഞാൻ നേരത്തെ ബൈനറി നമ്പർ സിസ്റ്റത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ 2⁻10 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2⁻10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 2⁻10 ആണെന്നുണ്ടെങ്കിൽ അത് 1024 ആണ്. അപ്പോൾ 1024 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1024 GB എത്രയാണ്? 1 TB ആണ് അല്ലേ? GB കഴിഞ്ഞിട്ടല്ലേ, ജിഗാബൈറ്റ് കഴിഞ്ഞിട്ടല്ലേ ടെറാബൈറ്റ് വരുന്നത്. സോ 2⁻10 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 TB ആണ്. അതറിയാലോ, 2⁻0 മുതൽ 2⁻10 വരെ എഴുതണം. 2⁻1 2⁻2 നമ്മളുടെ ബൈനറി നമുക്ക് അത്രയും കമ്പ്യൂട്ടറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് അതെപ്പോഴും പഠിക്കണം എന്ന് പറയുന്നത്. 2⁻4 2⁻5 2⁻6 2⁻7 2⁻8 2⁻9 2⁻10. ഇനി പറഞ്ഞു പോവുക. 2⁻0 എന്ന് പറയുന്നത് 1 ആണ്. 2⁻2 2 ആണ്. 2⁻2 4 2⁻1 2 ആണ്. 2⁻2 4 2⁻3 8 2⁻4 16 ഇത് വന്നിട്ട് 32 അങ്ങനെ ഇരട്ടിയായിട്ട് പോവാണ് ചെയ്യണത്. 64 ദെൻ 128 256 512 1024. ഇത് ബേസിക് ആയിട്ട് നിങ്ങൾ ഇത് കാണാപ്പാഠം അറിഞ്ഞിരിക്കണം. അതായത് 2⁻0 മുതൽ 2⁻10 വരെയുള്ള വാല്യൂസ് ഏതൊരു ഉറക്കത്തിൽ ചോദിച്ചാൽ പോലും പറയാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കാരണം കമ്പ്യൂട്ടറിന്റെ ബേസ് ബൈനറി ആണ്. സോ ബൈനറിയുടെ എന്ത് കാര്യം വന്നാലും എഴുതാൻ പാകത്തിന് പ്രിപ്പയർ ആയിട്ടിരിക്കും. പ്രത്യേകിച്ച് ട്രേഡ്സ്മാൻ എക്സാമിന് പോകുന്നവർക്ക് ഇതിനകത്തു നിന്നുള്ള ഫങ്ഷൻസ് ചോദിക്കാം. അതായത് 2⁻3 എങ്ങനെയാണ് കൺവേർട്ടഡ് ആക്കി വരുന്നത് എന്നുള്ള രീതിയിൽ 2⁻3 എന്ന് പറയുമ്പോൾ എത്രയാണ്, അല്ലെങ്കിൽ 2⁻10ന്റെ പകുതി എത്രയായിരിക്കും എന്നൊക്കെ പറയുമ്പം ഒരുപാട് കൺഫ്യൂസ് ഒന്നും ആവരുത്. അപ്പോൾ ഈ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. ഓക്കെ, അപ്പോൾ 2⁻10 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ടു എന്താണ്? 1024 GB ആണ്. 1024 GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 TB ആണ്. അപ്പോൾ 1 ടെറാബൈറ്റ് എന്നുള്ളതാണ് നമ്മളുടെ ആൻസർ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ വിൽ MS വേർഡ് വിൽ റെസ്പോണ്ട് ഇൻ റിപ്പീറ്റഡ് വേർഡ്? ഒരു റിപ്പീറ്റഡ് വേർഡ് കണ്ടു കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് വേർഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാന്നാണ് ചോദിച്ചേക്കുന്നത്. താഴെ പറയുന്ന ഓപ്ഷൻസ് വായിച്ചു നോക്കുക. ഓപ്ഷൻ A B C D 4 ഓപ്ഷൻസ് ഉണ്ട്. വായിച്ചു നോക്കിയേ. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? എ റെഡ് വേവി ലൈൻ അണ്ടർ ദി റിപ്പീറ്റഡ് വേർഡ്. റിപ്പീറ്റഡ് വേർഡിന് താഴെ ആയിട്ട് ഒരു റെഡ് കളറിലുള്ള വേവി ലൈൻ ഉണ്ടായിരിക്കും. പിന്നെന്താ? റിപ്പീറ്റഡ് വേർഡിന് താഴെയായിട്ട് ഗ്രീൻ വേവി ലൈൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ബ്ലൂ വേവി ലൈൻ ഉണ്ടായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. സോ നമ്മളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റെഡ് വേവി ലൈൻ ആണ്. കുറേ പേരൊക്കെ എപ്പോഴും ചോദിച്ചുകൊണ്ട് ബ്ലൂ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ബ്ലൂ അല്ല. റിപ്പീറ്റഡ് വേർഡിനാണെന്നുണ്ടെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കിനാണെന്നുണ്ടെങ്കിലും റെഡ് ആണ്. ഗ്രാമർ മിസ്റ്റേക്കിന് എന്താണ്? ഗ്രീൻ ആണ്. അത് പഠിച്ചു വെക്കുക. ബ്ലൂ അണ്ടർലൈൻ വെരി റെയർ സിറ്റുവേഷനിലാണ് 2007 വരുന്നത്. അതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻ വരുമ്പോഴാണ്, കമ്പ്യൂട്ടറിന് തന്നെ അതെങ്ങനെയാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരുമ്പോഴാണ് എന്ത് വരിക? ബ്ലൂ അണ്ടർലൈൻ വരിക. ആക്ച്വലി റിപ്പീറ്റഡ് വേർഡിനും സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും എന്ത് തന്നെയാണ്? സ്പെൽ ചെക്കിന് അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് എന്ത് തന്നെയാണ്? റെഡ് ആണ്. ഗ്രീൻ അണ്ടർലൈൻ ഫോർ ഗ്രാമർ മിസ്റ്റേക്ക്, G for G, R for R എന്ന് പഠിച്ചു വെക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകം അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുമുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് ഓർക്കുക. ബ്ലൂ അണ്ടർലൈൻ
2007 വേർഷനിൽ വരുന്നത് സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻ വരുമ്പോഴാണ്. അതായത് വെദർ എന്നുള്ള 2 വെദർ ഉണ്ടല്ലേ നമുക്ക്, നമ്മൾ ആ സെന്റൻസിൽ എഴുതി വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിച്ച വെദർ ആ ഒരു സെന്റൻസുമായിട്ട് മാച്ച് ചെയ്യാത്ത അർത്ഥമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് ഒരു സംശയം വരും. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലൊക്കെയാണ് നമുക്ക് എന്ത് കാണിച്ചു തരിക, ബ്ലൂ അണ്ടർലൈൻ കാണിക്കുക. അതുപോലെ തന്നെ സെന്റൻസ് കോൺഫിഗറേഷൻസിൽ നമ്മൾ ഒന്നിലധികം സ്പേസസ് കൊടുത്തിട്ടാണ് ബ്രേക്കറ്റ് ഇടുന്നത്, അതുപോലെ കോളൻ ഇടുന്നത് എന്നുണ്ടെങ്കിലൊക്കെ അതൊരു സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻ ആയിട്ട് വേർഡ് എന്തായിട്ട് കാണിച്ചു തരും, ബ്ലൂ അണ്ടർലൈൻ ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ റെഡ് അണ്ടർലൈൻ ഫോർ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, റിപ്പീറ്റഡ് വേർഡ്. ഗ്രാമർ മിസ്റ്റേക്കിന് എന്താണ്, ഗ്രീൻ അണ്ടർലൈൻ ആണ്. R4R, G4G എന്നുള്ളത് ഓർത്തിരിക്കുക. R4R എന്ന് പറഞ്ഞാൽ റെഡ് ഫോർ റിപ്പീറ്റഡ് വേർഡ്. അതിന് കൂടെ ഓർത്തിരിക്കേണ്ടത് സ്പെല്ലിംഗ് മിസ്റ്റേക്കിനും അത് തന്നെയാണ്. G4G എന്ന് പറഞ്ഞാൽ ഗ്രീൻ ഫോർ ഗ്രാമർ മിസ്റ്റേക്ക്. ഓക്കെ, ഇനി ബ്ലൂ എന്താന്നാ പറഞ്ഞേ, ഞാൻ 2007 കാര്യമാണ് പറയുന്നത് എന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. 2007 ബ്ലൂ അണ്ടർലൈൻ വരുന്നത് എപ്പോഴാണ്, സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻ വരുമ്പോഴാണ്. എപ്പോഴൊക്കെയാണ് സെന്റൻസ് സ്ട്രക്ചർ കൺഫ്യൂഷൻസ് വരാൻ സാധ്യതയുള്ളത് എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് ചെക്ക് ദാറ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് Ctrl+D ഷോർട്ട് കട്ട് കീ അല്ലേ. നമുക്കറിയാം Ctrl+D എന്ന് പറയുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട് വേർഡിനകത്ത്. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. കണ്ണടച്ച് ഉത്തരം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ തെറ്റും. സോ ഓപ്ഷൻസ് ശരിക്കും ഒന്ന് വായിച്ചു നോക്കിയേ. എന്തൊക്കെ ഓപ്ഷൻസ് തന്നേക്കുന്നത്, ഓപ്പൺ ദി ഫോണ്ട് ഡയലോഗ് ബോക്സ്, ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇഫ് എൻ ഒബ്ജക്ട് ഇസ് സെലക്ടഡ്, ഫിൽ ഡൗൺ ദി സെലക്ഷൻ, ബോത്ത് A and B. കൺഫ്യൂഷൻ ആയല്ലേ. ഒരെണ്ണം കയറി വന്നേക്കുന്നത് എക്സലിൽ നിന്നാണ്. അപ്പൊ നോക്കിയേ, നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് വായിച്ചു നോക്കാം. ഓപ്ഷൻ എ വരുന്നത് എന്താ, ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്. ശരിയാണ്, നമ്മൾ വേർഡിനകത്ത് വേർഡ് ഒരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കി വെച്ചിട്ട് നമ്മൾ Ctrl+D കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരുന്നേ, ഫോണ്ട് ഡയലോഗ് ബോക്സാണ്. നമ്മൾ എത്രയോ വീഡിയോയിൽ അത് കണ്ടിട്ടുണ്ട്, അത് നമുക്ക് കറക്റ്റ് അറിയാം. ഇത് ഉത്തരം ശരിയാണ്. അപ്പൊ ഇതെന്തായാലും ഉണ്ട്. സോ ഓപ്ഷൻ എ ശരിയായിട്ടുള്ള ഉത്തരമാണ്. രണ്ടാമത്, ഞാൻ ഇതിനു മുമ്പത്തെ ഒരു വീഡിയോ സെഷനിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് വരുന്നത് എന്നുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കുക. പ്രോപ്പറായിട്ട് വീഡിയോ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടാവും. സോ ക്രിയേറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ഇഫ് എൻ ഒബ്ജക്ട് ഇസ് സെലക്ടഡ്. അതായത് നമ്മൾ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചു, ഇമേജ്, ഷേപ്പ് ഓർ സംതിങ് എൽസ്. അങ്ങനെയുള്ള ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവച്ചിട്ട് ആ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തേക്കുവാണ്. ഓക്കെ, ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ Ctrl+D കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, അവിടെ ഫോണ്ട് ഡയലോഗ് ബോക്സ് അല്ല ഓപ്പൺ ആയിട്ട് വരിക, ആ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒബ്ജക്റ്റിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണ് കിട്ടുക. ക്ലിയർ? അപ്പോൾ വേർഡിനകത്ത് Ctrl+D എന്ന് പറയുന്ന ഷോർട്ട് കട്ട് 2 തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഡോക്യുമെന്റ് വെറുതെ ഓപ്പൺ ആക്കി വെച്ചിട്ട്, ഉപയോഗപ്പെടുത്തിയിട്ടല്ല, ഓപ്പൺ ആക്കി വെച്ചിട്ട് Ctrl+D കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോണ്ട് ഡയലോഗ് ബോക്സ് ഓപ്പൺ ആക്കി തരും. അല്ല, ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണ് Ctrl+D കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താ കാണിക്കുക, ഡ്യൂപ്ലിക്കേറ്റ് കാണിക്കും. ഓക്കെ, അപ്പോൾ Ctrl+Dക്ക് 2 ഫംഗ്ഷൻ 2 തരത്തിൽ അത് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ആൻസർ വരുന്നിട്ട് ബോത്ത് A and B ആണ് ആൻസർ വരിക. അപ്പൊ കണ്ണടച്ച് ഉത്തരം എഴുതാൻ പോകരുത്, ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടേക്കണേ. അപ്പൊ അതുകൊണ്ട് ഓപ്ഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുക. നിങ്ങൾക്ക് ഉത്തരം അറിയാം, അതിന്റെ കോൺഫിഡൻറ്റ് കൊണ്ടാണ് നിങ്ങൾ ചാടി കയറി ആൻസർ ചെയ്യുക. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് പറ്റും, ഒരു മൈനസ് അങ്ങ് കിട്ടും. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര നല്ലപോലെ ക്വസ്റ്റ്യൻ അറിയാമെന്നുണ്ടെങ്കിലും ഓപ്ഷൻസ് ഒന്ന് ഇരുത്തി വായിക്കുക. എന്തെങ്കിലും ഒരു ട്രിഗറേഷൻ അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം പെണ്ണെടുത്ത് കറുപ്പിക്കാനായിട്ട് പോവാം. ഓക്കെ, മാക്സിമം മൈനസ് റിഡക്ഷൻ ആണ് നമ്മളുടെ ഒബ്ജക്റ്റീവ്. എന്നാലാണ് നമുക്ക് നല്ല മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ചാടി കയറി ഉത്തരം എഴുതുന്നവർക്ക് ഇത് മൈനസ് ആയി കാണും. അപ്പൊ കൃത്യമായിട്ട് ചോദ്യം വായിക്കുക. ചോദ്യം വായിച്ച ഉടനെ കണ്ണും പൂട്ടി എഴുതാൻ നിൽക്കരുത്. ഓപ്ഷൻ കൃത്യമായി വായിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ കറക്റ്റ് ഓപ്ഷൻസ് ടു അപ്ലൈ സൂപ്പർ സ്ക്രിപ്റ്റ്. സൂപ്പർ സ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള കറക്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ എന്താണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് അറിയണം, എവിടെയാണ് അത് ഇരിക്കണേന്ന് അറിയണം, എങ്ങനെയാണ് അത് കൊടുക്കുക എന്നറിയണം, അതിൻ്റെ ഷോർട്ട് കട്ടും അറിയണം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. പലരും ചോദിക്കുന്ന കേട്ടിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് വേറെ ക്ലാസ് ഉണ്ടോ എന്ന് ചോദിക്കും. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാതെ പഠിപ്പിച്ചിട്ട് വിടാൻ പറ്റുന്നതല്ല, അല്ലെങ്കിൽ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് തരാൻ പറ്റുന്നതല്ല.
നമ്മൾ അതിൻ്റെ ബാക്കപ്പ് കണ്ടന്റ് മൊത്തവും നമ്മൾ പഠിക്കണം. ആ കണ്ടന്റ് തെറോ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് എഴുതാനായിട്ട് പറ്റുള്ളൂ. പണ്ടത്തെ കണക്ക് ഒരു ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചു പോയാൽ പോരാ ഇപ്പം. അപ്പോൾ ഒരു സൂപ്പർ സ്ക്രിപ്റ്റ് പണ്ടാണെങ്കിൽ ആ സൂപ്പർ സ്ക്രിപ്റ്റ് ഇന്നതാണ്, അതിൻ്റെ ഷോർട്ട് കട്ട് ഇന്നതാണ് എന്ന് മാത്രം പഠിച്ചാൽ മതിയായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പം അതിൻ്റെ ഫുൾ രൂപരേഖ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ടാവും. ഓപ്ഷൻസ് നോക്കിയേ, കറക്റ്റ് ഓപ്ഷൻസ് ഏതാന്ന് പറഞ്ഞേ. ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്, ദെൻ സെലക്ട് സബ്സ്ക്രിപ്റ്റ് ഫ്രം ക്യാരക്ടർ ഫോർമാറ്റിംഗ് ടാബ്. ഓക്കെ, then open font dialog box, then select super subscript എന്നാണ് പറഞ്ഞേക്കണേ അല്ലേ. സോ ജസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അങ്ങ് മാറ്റാം. രണ്ടായാലും ശരിയാണല്ലോ. ഓക്കെ, ഫൈൻഡ് ദി കറക്റ്റ് ഓപ്ഷൻ ടു അപ്ലൈ സബ്സ്ക്രിപ്റ്റ്. ഓക്കെ, സബ്സ്ക്രിപ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇനി പറഞ്ഞപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് ചെയ്തു. ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്, ദെൻ സെലക്ട് സബ്സ്ക്രിപ്റ്റ് ഫ്രം ദി ക്യാരക്ടർ ഫോർമാറ്റിംഗ് ടാബ്. ആലോചിച്ചു നോക്കുക. ഓപ്ഷൻ ബി, ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്, ദെൻ സെലക്ട് സബ്സ്ക്രിപ്റ്റ് ഫ്രം ഫോണ്ട് ടാബ്. ഓക്കെ, സെലക്ട് ഫ്രം മിനി ടൂൾ ബാർ. ഓക്കെ, ബോത്ത് ബി ആൻഡ് സി. പറഞ്ഞേ, ഇവിടെ ബോത്ത് ബി ആൻഡ് സി വരുമ്പം കറക്കി കുത്താൻ പോകുന്നവരൊക്കെ നേരെ അങ്ങ് ഡി ഓപ്ഷനിൽ എത്തിയിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. ഏതാണ്? ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്, ദെൻ സെലക്ട് സബ്സ്ക്രിപ്റ്റ് ഫ്രം ഫോണ്ട് ടാബ്. നമുക്ക് ഫോണ്ട് ഡയലോഗ് ബോക്സിന് 2 ടാബാണുള്ളത്. ഫോണ്ടും ക്യാരക്ടർ ഫോർമാറ്റിംഗ് അല്ല, ക്യാരക്ടർ സ്പേസിംഗ് ആണ്. ഓക്കെ, നമുക്ക് 2 ടാബ് ഉണ്ട് ഫോണ്ട് ഡയലോഗ് ബോക്സിന്, ഫോണ്ടും ക്യാരക്ടർ സ്പേസിംഗും ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ടാബ് ഇല്ല. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അട്ടർ തെറ്റാണ്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോയി. പിന്നെ നമുക്ക് ഓപ്ഷനിൽ മിനി ടൂൾ ബാർ ഉണ്ട്. മിനി ടൂൾ ബാറിൽ സബ്സ്ക്രിപ്റ്റ് സൂപ്പർ സ്ക്രിപ്റ്റ് ഓപ്ഷൻസ് ഇല്ല എന്നുള്ളത് നേരത്തെ മിനി ടൂൾ ബാറിന്റെ ക്ലാസ്സസിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആകെ ഒരു ഉത്തരേ ഉള്ളൂ. ഏതാണ്? ഓപ്പൺ ഫോണ്ട് ഡയലോഗ് ബോക്സ്, ദെൻ സെലക്ട് സബ്സ്ക്രിപ്റ്റ് ഫ്രം ദി ഫോണ്ട് ടാബ്. ഓക്കെ, അപ്പോൾ കണ്ടന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതണം എന്നുണ്ടെങ്കിൽ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ട്രൂ അബൌട്ട് മോഷൻ പാത്ത് ഇൻ പവർ പോയിന്റ്? കഴിഞ്ഞ ദിവസത്തെ പവർ പോയിന്റിന്റെ ക്ലാസ്സിൽ ഇത് ഞാൻ കൃത്യമായിട്ട് എടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഒരു ക്ലൂവും പറഞ്ഞു തരത്തില്ല. ഇതിന്റെ ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസ് വായിക്കാം. ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് ഓൺ എ സ്ലൈഡ്. ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഫോർ ഇൻഡിവിജ്വൽ ഒബ്ജക്ട്. ഇറ്റ് ഇസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സ്ലൈഡ്സ് ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഡീഫോൾട്ട് ടാബ് സ്റ്റോപ്പ് അറ്റ് ഡാഷ് ഇൻ MS Word 2007. ഓക്കെ, നമുക്ക് വേർഡ് 2007 ഓരോ അര ഇഞ്ച് കൂടുമ്പോഴും 0.5 ഇഞ്ച് കൂടുമ്പോഴും അത്രയും ഇന്റർവെല്ലിൽ കൂടുമ്പോഴും നമുക്ക് എന്തുണ്ട്? ടാബ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പൊ ഇതൊരു സെന്റൻസ് ആയിട്ട് തന്നെ പറയണം. അറ്റ് എവറി ഹാഫ് ഇഞ്ച് എന്നുള്ളതാണ്. അറ്റ് എവറി ഹാഫ് ഇഞ്ച് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് ഓർക്കണം. കാരണം ഇതിന്റെ എന്താണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് റോങ് ഓർ ട്രൂ അബൌട്ട് ദ ഫോളോയിങ് എന്നും പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോ ഓർത്തിരിക്കുക, നമുക്ക് ടാബ് സ്റ്റോപ്പ് ഉള്ളത് അറ്റ് എവറി ഹാഫ് ഇഞ്ച് ആണ്. ഞാൻ ഈ ഒരു സെന്റൻസ് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ഇങ്ങനെ കൂടെ പറയുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെയുള്ള PSCയുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടാബ് സ്റ്റോപ്പിന്റെ ഈ ഒരു മെത്തേഡ് ഓഫ് ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത് വി ഹാവ് ടാബ് സ്റ്റോപ്പ് അറ്റ് എവറി ഇഞ്ച് എന്ന് കാണിക്കും. ആ എവരി എന്നുള്ളത് മൈൻഡ് ചെയ്യത്തില്ല. എവറി മീൻസ് 1 എന്നുള്ളതായിട്ടാണ് അവിടെ എടുക്കുന്നത്. എവറി 1 ഇഞ്ച് എന്നാണ് കൊടുക്കുക. അപ്പൊ അങ്ങനെ കൺഫ്യൂസ് ആയി പോയിട്ട് അങ്ങനെ മാർക്ക് കളയുന്നവരുണ്ട്. ഓർത്തിരിക്കുക, എവറി 1 ഇഞ്ച് അല്ല, എന്താണ്? വി ഹാവ് ടാബ് സ്റ്റോപ്പ് അറ്റ് എവറി ഹാഫ് ഇഞ്ച്. ഓരോ 0.5 ഇഞ്ച് ഇന്റർവെല്ലിൽ കൂടുമ്പോഴുമാണ് നമുക്ക് ടാബ് സ്റ്റോപ്സ് ഉള്ളത്. ഓക്കെ, ടാബ് സ്റ്റോപ്പിൻ്റെ ഒരു ക്ലാസ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടേക്കാം. കുറച്ച് കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. അതായത് കുറച്ച് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാബ് നമുക്കുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. വി ഹാവ് ടാബ് സ്റ്റോപ്പ് അറ്റ് എവറി ഹാഫ് ഇഞ്ച് എന്നുള്ളത് ഇങ്ങനെ ഞാൻ പറയുന്നത് പോലെ തന്നെ പറയാം. ഉറക്കത്തിലും ഫുഡ് കഴിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുക. വി ഹാവ് ടാബ് സ്റ്റോപ്പ് അറ്റ് എവറി ഹാഫ് ഇഞ്ച്. അത് തെറ്റത്തില്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ചൂസ് ദ കറക്റ്റ് ആൻസർ റിഗാർഡിംഗ് ഗട്ടർ മാർജിൻ.
ഈ പറഞ്ഞ പോലെ തന്നെയാണ്. നേരത്തെ നമ്മൾ സബ്സ്ക്രിപ്റ്റിന്റെ ക്വസ്റ്റ്യൻ കണ്ട പോലെ തന്നെ ഗട്ടർ മാർജിൻ എന്താണ്, ഏതാണ്, എവിടെ നിന്നാണ് എന്നൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞാലാണ് ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റുള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ അല്ലേ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് ഞാൻ അറിയട്ടെ. ഓക്കെ, അപ്പോൾ ചൂസ് ദി കറക്റ്റ് ആൻസർ റിഗാർഡിംഗ് ഗട്ടർ മാർജിൻ. ഗട്ടർ മാർജിനെ സംബന്ധിച്ചിടത്തോളം ഓപ്ഷൻ എ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇറ്റ് ഇസ് ആഡഡ് ഫോർ ബാക്ക് ടു ബാക്ക് പ്രിന്റിംഗ്. ഓക്കെ, ബോട്ടം മാർജിൻ പൊസിഷൻ ഇസ് പോസിബിൾ. ശരി. ഡിഫോൾട്ട് ഗട്ടർ വാല്യൂ ഇസ് 0 ആൻഡ് പൊസിഷൻ ഇസ് ടോപ്പ്. പരിഗണിക്കാം. ഇറ്റ് ഇസ് ആഡഡ് ഓൺ ദി ബൈൻഡിങ് സൈഡ് ഓഫ് ദ പേജ് ഇഫ് നീഡഡ്. 4 തന്നിരിക്കുന്ന വസ്തുതകളും ഞാൻ വായിച്ചു നോക്കിയതാണ്. ഇനി പറഞ്ഞേ നമ്മുടെ ആൻസർ ഏതായിരിക്കും? താഴെ പറയുന്ന ഓപ്ഷനിൽ ഏതായിരിക്കും നമ്മുടെ ആൻസർ? ആദ്യം ഒന്നേന്ന് വെച്ച് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നേക്കുന്നത് ഇറ്റ് ഈസ് ആഡഡ് ഫോർ ബാക്ക് ടു ബാക്ക് പ്രിന്റിംഗ് എന്നാണ് കൊടുത്തേക്കുന്നത്. ബാക്ക് ടു ബാക്ക് പ്രിന്റിങ്ങിന് നമ്മൾ ഗട്ടർ മാർജിൻ അല്ല യൂസ് ചെയ്യുക, നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് മിറർ ആണ്. ഞാൻ പേജ് ലേഔട്ടിന്റെ ക്ലാസ് എടുത്ത സമയത്ത് കൃത്യമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. സോ ബാക്ക് ടു ബാക്ക് പ്രിന്റിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്നത് മിറർ മാർജിൻ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റി. ഓക്കെ, ബോട്ടം മാർജിൻ പൊസിഷൻ ഇസ് പോസിബിൾ. ഗട്ടർ മാർജിന് ആകെ 2 പൊസിഷൻസേ ഉള്ളൂ, ലെഫ്റ്റും ടോപ്പും. അപ്പൊ ഈ ബോട്ടം മാർജിൻ എന്നുള്ളത് അവിടെ പൊളിഞ്ഞു. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. ദെൻ ഗട്ടർ മാർജിൻ വാല്യൂ ഇസ് 0 ആൻഡ് പൊസിഷൻ ഈസ് ടോപ്പ്. ഡീഫോൾട്ട് വാല്യൂവും പൊസിഷനും പറഞ്ഞേക്കുന്നത്. ഡീഫോൾട്ട് വാല്യൂ ശരിയാണ്, പക്ഷെ പൊസിഷൻ എന്താണ്? തെറ്റാണ്. ടോപ്പ് അല്ല, ലെഫ്റ്റ് ആണ് പൊസിഷൻ അല്ലെ. ഡീഫോൾട്ട് വാല്യൂ 0 തന്നെയാണ്, പൊസിഷൻ വരുന്നത് ലെഫ്റ്റ് ആണ്. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. സോ നമുക്ക് ആകെ ഓൺലി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് എന്തുള്ളൂ ശരിയായിട്ടുള്ളൂ. അപ്പൊ കൃത്യമായിട്ട് ഗട്ടർ മാർജിൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. എന്താണ് ഗട്ടർ മാർജിൻ? നമ്മൾ പ്രിന്റ് എടുക്കുമ്പോൾ ബൈൻഡ് ചെയ്യുന്ന സൈഡിൽ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന, പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കുന്ന അഡീഷണൽ മാർജിൻ ആണ് ഗട്ടർ മാർജിൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് അത് പ്രിന്റ് ചെയ്യുമ്പോൾ ബൈൻഡിങ് സൈഡിൽ അവിടെ സ്റ്റേപ്ലർ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ ബൈൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ കണ്ടന്റ് മറഞ്ഞു പോകരുത്, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിക്കോഷനാണ്. അപ്പോൾ നമ്മളുടെ പ്രിന്റ് എടുക്കുന്ന സമയത്ത് ബൈൻഡിങ് സൈഡിൽ ആഡ് ചെയ്യുന്നതാണ് എന്ത്? ഗട്ടർ മാർജിൻ. 2 തരത്തിലാണ് നമുക്ക് ബുക്ക് ബൈൻഡിങ് നിലവിലുള്ളത് അല്ലേ? ഏതൊക്കെയാണ്? ടോപ്പും ലെഫ്റ്റും. ഡീഫോൾട്ട് ആയിട്ടുള്ള ഗട്ടർ മാർജിൻ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് ആണ്. ഡീഫോൾട്ട് ഗട്ടർ മാർജിൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. വേണമെങ്കിൽ നമ്മൾ വാല്യൂ ആഡ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മളുടെ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് കറക്റ്റ് ആൻസർ അബൌട്ട് ഹൈപ്പർ ലിങ്ക്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മാക്സിമം ഞാൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയല്ലേ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് അറ്റൻഡ് ചെയ്യണമെന്ന്? ഓക്കെ, സോ കൺട്രോൾ ഈസ് ദി മോഡിഫയർ കീ യൂസ്ഡ് ടു ആക്സസ് ദി ലിങ്ക്ഡ് കണ്ടന്റ്. ലിങ്ക്ഡ് കണ്ടന്റിനെ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് കൺട്രോൾ എന്ന് പറയുന്ന മോഡിഫയർ കീ ആണോ? നോക്കുക. ഷിഫ്റ്റ് ഈസ് ദി മോഡിഫയർ കീ. ഇനി പറയുന്നു ഷിഫ്റ്റ് ആണെന്ന് പറയുന്നു. Then we cannot link a program to a document. ഡോക്യുമെന്റിലേക്ക് നമുക്കൊരു പ്രോഗ്രാം ലിങ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു. ലിങ്ക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഹൈപ്പർ ലിങ്ക് ഉള്ളത് എന്ന് പറയുന്നു. നോക്കാം. കൺട്രോൾ ഈസ് ദ മോഡിഫയർ കീ യൂസ്ഡ് ടു ആക്സസ് ദ ലിങ്ക്ഡ് കണ്ടന്റ്. ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വെബ്സൈറ്റ്, ഇമെയിൽ, ഡോക്യുമെന്റ് ഓർ എ പ്രോഗ്രാം നമ്മളുടെ കറണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഡോക്യുമെന്റിലേക്ക് അതിനെ ഒന്ന് മെൻഷൻ ചെയ്യുക, അതിനെ ഒന്ന് ലിങ്ക് ചെയ്യുന്നതാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന കണ്ടന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ഇമേജിനെയാണ്, ടെക്സ്റ്റിനെയോ ഇമേജിനെയോ ആണ് ഹൈപ്പർ ലിങ്ക് ചെയ്യാനായിട്ട് പറ്റുക. ഹൈപ്പർ ലിങ്ക് ചെയ്ത ടെക്സ്റ്റിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലൂ ആയിരിക്കും. അതിനൊരു അണ്ടർലൈൻ ഉണ്ടായിരിക്കും. നമ്മൾ ആ ലിങ്ക്ഡ് കണ്ടന്റിലേക്ക് അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്നാണ് കാണിക്കുക. അപ്പൊ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കൺട്രോൾ ഈസ് ദ മോഡിഫയർ കീ യൂസ്ഡ് ടു ആക്സസ് ദി ലിങ്ക്ഡ് കണ്ടന്റ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കറന്റ്ലി ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ള ഡോക്യുമെന്റിലേക്ക് പ്രോഗ്രാമോ ഡോക്യുമെന്റോ അല്ലെങ്കിൽ വെബ്സൈറ്റോ ഇമെയിലോ ഒക്കെ ലിങ്ക് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയാണ് ഹൈപ്പർ ലിങ്കിൽ നടക്കുന്നത്. 2 വെബ് പേജിനെയോ വെബ്സൈറ്റിനെയൊക്കെ കണക്ട് ചെയ്യുന്നതാണ്.
സോ നമ്മൾ അങ്ങനെ ഹൈപ്പർ ലിങ്ക് ഒരു ടെക്സ്റ്റിനെയോ അല്ലെങ്കിൽ ഇമേജിനെയോ ആണ് നമുക്ക് ഹൈപ്പർ ലിങ്ക് ആക്കാനായിട്ട് പറ്റുക. അങ്ങനെ നമ്മൾ ഹൈപ്പർ ലിങ്ക് ആക്കുന്ന സമയത്ത് ആ ടെക്സ്റ്റിന്റെ കളർ വന്നിട്ട് നീല നിറമായിട്ട് മാറും ആൻഡ് അതിനൊരു അണ്ടർലൈൻ ഉണ്ടാവും. ഇത് രണ്ടും മാത്രമല്ല, നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക്, അതായത് നമ്മൾ അതിനെ പറയാ ഹോവറിംഗ് എന്നാണ് പറയാ, HOVER. ഓക്കെ, നമ്മളുടെ മൗസ് ഇങ്ങനെ ഹോവർ ചെയ്യുക മീൻസ് അതിനടുത്തേക്ക് കൊണ്ടുവരിക. മൗസ് ഹോവർ ചെയ്യുന്ന സമയത്ത് അതിനെന്തുണ്ടാവും, കൺട്രോൾ പ്ലസ് ക്ലിക്ക് ടു ഫോളോ ലിങ്ക് എന്ന് കാണിക്കും. അപ്പം നമ്മൾ കൺട്രോൾ പ്രസ് ചെയ്ത് പിടിച്ച് ക്ലിക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ലിങ്കിലേക്ക് ഡയറക്റ്റ് ചെയ്യും. ലിങ്കിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മൗസ് പോയിന്റർ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും, ഇൻഡെക്സിങ് ഹാൻഡ് ഫിംഗർ ആയിട്ട് മാറിയിട്ടുണ്ടാവും. എപ്പോഴേ ആവുള്ളൂ, കൺട്രോൾ ഞെക്കി പിടിച്ചാൽ മാത്രമാണ് ഇൻഡെക്സിങ് ഹാൻഡ് ഫിംഗർ ആവുള്ളൂ. അതിന് മുമ്പ് വരെയും സാധാരണ കഴ്സർ ആയിരിക്കും. അപ്പോൾ പ്രൊസീജിയർ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുള്ളതാണ്. ഫ്രീക്വൻറ്റ് ഫോളോവേഴ്സ് കഴിഞ്ഞ നോട്ടുകളൊക്കെ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ഒന്ന് മറിച്ച് നോക്കിയാൽ മതി. സോ നമ്മളുടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്. ദെൻ രണ്ടാമത്തെ അത് പൊളിഞ്ഞു, 2 ഷോർട്ട് കട്ടും കൂടെ പറ്റത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പോയി. മൂന്നാമത്തേത് ഞാൻ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞിരുന്നു, പ്രോഗ്രാമിനെയോ ഡോക്യുമെന്റിനെയോ ഫയലിനെയോ അല്ലെങ്കിൽ വെബ്സൈറ്റിനെയോ ഇമെയിലിനെയോ ഒക്കെ കണക്ട് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. അപ്പം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അവിടെ തന്നെ തെറ്റായിട്ടുണ്ട്. ഇറ്റ് ഇസ് ഇൻ ലിങ്ക്സ് ഗ്രൂപ്പ്, അത് ശരിയായിട്ടുള്ളതാണ്. ഇൻസേർട്ട് ടാബിലെ ലിങ്ക് എന്ന് പറയുന്ന ഗ്രൂപ്പിലാണ് ഹൈപ്പർ ലിങ്ക് ഉള്ളത്. ഹൈപ്പർ ലിങ്ക് കൂടാതെ ബുക്ക് മാർക്കും ക്രോസ് റെഫറൻസും ആണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയാണ്. അപ്പം നമ്മളുടെ ആൻസേഴ്സ് വന്നിട്ട് 1ഉം 4ഉം ആണ് ശരി. ഓക്കെ, 1ഉം 4ഉം ആണ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഓഫ് എ 0. എല്ലാവരും പഠിച്ചു പോയി കാണും. 0ന്റെ കോംപ്ലിമെന്റ് 1 ആണ്, 1ന്റെ കോംപ്ലിമെന്റ് 0 ആണ്. ഇതാണ് നമ്മളുടെ ബേസ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ 0യുടെ കോംപ്ലിമെന്റ് 1 തന്നെയാണ്, 1ന്റെ കോംപ്ലിമെന്റ് 0 ആണ്. പക്ഷെ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയൊരു ട്രിഗറേഷൻ ഉണ്ട്. ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈറ്റിനെ ഫുള്ള് നമ്മൾ എടുക്കണം. അപ്പോൾ സാധാരണ 0യുടെ കോംപ്ലിമെന്റ് 1 എന്ന് പറഞ്ഞാൽ പകുതി മനസ്സിലാക്കി വെച്ചിരിക്കുന്നവർ നേരെ വന്ന് A എന്ന് പറയുന്ന ഓപ്ഷനിലെത്തും. അപ്പം എന്തായി, തെറ്റി. ഓക്കെ, അപ്പോൾ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 8 0 ഇങ്ങനെ ഇടണം. ഓക്കെ, 3 4 2 3 4. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ബിറ്റ് വൈസ് 0 റെപ്രസെൻറ്റേഷൻ. ഇനി ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യണം. എന്ത് ചെയ്യുക, ഈ 0-നെയൊക്കെ പിടിച്ചങ്ങ് 1 ആക്കിയേ. 1 1 1 1 1 1 1 1. സോ നമ്മളുടെ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. സോ ബിറ്റ് വൈസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓർക്കുക, വെറുതെ അല്ല അതിനവിടെ കൊണ്ടിരുത്തിയേക്കുന്ന, അതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ബിറ്റ് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 8 ബിറ്റ് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഓഫ് 1 1 എന്നാണ് ചോദിക്കുന്നതെന്ന് വെക്കുക. അപ്പൊ ഇതിന്റെ ബാക്കി കണ്ടന്റ് ഫില്ല് ചെയ്യണം. 8 ബിറ്റ് ആക്കാൻ എത്ര 0 വേണോ അത്രയും 0 വെച്ച് ഫില്ല് ചെയ്തിട്ട് എന്ത് ചെയ്യണം, അതിന്റെ കോംപ്ലിമെന്റ് എടുക്കണം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് നോക്കാം. 2-3 എക്സാമ്പിൾ ഒക്കെ വെച്ച് നോക്കാം. സോ ബിറ്റ് വൈസ് കോംപ്ലിമെന്റ് ഓഫ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ 0-നെ പിടിച്ച് 1 എന്ന് എഴുതി വെക്കരുത്. ഓരോ ബിറ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യണം. ഒരു ബൈറ്റിൽ 8 ബിറ്റ് ഉണ്ടെന്ന് അറിയാം. സോ നമ്മൾ 8 0 ഇട്ടിട്ടാണ് അതിന്റെ കോംപ്ലിമെന്റ് എടുക്കുക. ഇതുപോലെ മറ്റ് ഡിജിറ്റ് വന്നാലും നിങ്ങൾ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ട് ഇരിക്കണം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, which one എന്നാണ്. which one of the following is the root directory of recycle bin? റീസൈക്കിൾ ബിന്നിന്റെ റൂട്ട് ഡയറക്ടറി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. റീസൈക്കിൾ ബിൻ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസിന്റെ ഭാഗമാണ്. ദാറ്റ് മീൻസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഭാഗമാണ്, സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. സോ കണക്ട് ചെയ്തേ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കോമൺലി നമ്മുടെ ലോക്കൽ ഡിസ്ക് സിയിലാണ് നമ്മൾ കൊണ്ടുവയ്ക്കാറുള്ളത്. സോ റീസൈക്കിൾ ബിന്നിന്റെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് സി ആയിരിക്കും. ഓക്കെ, റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ സ്റ്റോർ ചെയ്യുന്ന ടെമ്പററി സ്റ്റോറേജ് സ്പേസ് ആണ്. റീസൈക്കിൾ ബിൻ എന്ന് പറയുന്നത് നമ്മളൊരു കണ്ടന്റ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് റീസൈക്കിൾ ബിന്നിലാണ് ഉണ്ടാവുക. റീസൈക്കിൾ ബിന്നിന്റെ റൂട്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് സിയിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏത് ഡിസ്കിലാണോ ഉള്ളത് ആ ഡിസ്കിലായിരിക്കും. കോമൺലി ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ലോക്കൽ ഡിസ്ക് സിയിലായിരിക്കും ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടാവുക. കോമൺ ആയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ പറയണത്, അല്ലാതെ നമുക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഉള്ള ഫോമിലാണ് പറയണത്. സോ ലോക്കൽ ഡിസ്ക് സി ആണ് റൂട്ട് ഡയറക്ടറി.
ലോക്കൽ ഡിസ്ക് എയും ഡിയും എന്തിനു വേണ്ടിയിട്ട് റിസർവ് ചെയ്ത് വെച്ചേക്കുന്നതാ? ഫ്ലോപ്പി ഡിസ്ക് പണ്ടുണ്ടായിരുന്നതാണ്, ഇപ്പോഴും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. എപ്പോഴും എയും ഡിയും ഇപ്പോഴും എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്ലോപ്പി ഡിസ്കിന് വേണ്ടിയിട്ട് റിസർവ്ഡ് ആയിട്ടുള്ള സ്പേസസ് ആണ്. സിയിലാണ് നമ്മൾ കോമൺലി ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ചെയ്യുന്നത് ആസ് എ സ്റ്റാൻഡേർഡ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കുന്ന ക്വസ്റ്റ്യൻസ്. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇനിയും കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നത്തെയും പോലെ ചോദിക്കുക. കഴിവിൻ്റെ പരമാവധി റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഫൈൻ, താങ്ക് യു.